അങ്ങ് ദുബായിൽ നിന്ന് എൻ്റെ കൂട്ടുകാരി എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇച്ചിരി ചായ കൂടി അല്പം കുറക്കണം, അതിന് പകരം നീ വെള്ളം കുടിക്കണം എന്നുള്ളത്. പക്ഷേ ഈ രാവിലത്തെ ഒരു ചായ കൂടി അത് നമുക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പം ആ ചിരി ഈദ് സ്പെഷ്യലിൻ്റെ ചിരിയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ. അപ്പം നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് കറിയും അപ്പവുമാണ് കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ലഞ്ചും കഴിക്കാനൊക്കെ ഭയങ്കര ആകാംക്ഷയായിരിക്കും. അന്നൊക്കെ പെരുന്നാളിൻ്റെ അന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയുടെ അന്നൊക്കെ മാത്രമേ നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ ആണെങ്കിലും അങ്ങനെ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു കറി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പലപ്പോഴും കഴിക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം ആ ഒരു കറിയുടെ രുചിയൊന്നും ഇപ്പം നമ്മൾ വെക്കുന്ന കറിക്കൊന്നും വരില്ല. ഇപ്പം ഏകദേശം മിക്കവാറും ഞായറാഴ്ചകളിൽ എല്ലാ വീട്ടിലും ബീഫ് കറിയോ ചിക്കൻ കറിയോ ഇല്ലെങ്കിൽ അതിലത്തെ പലഹാരമോ ഒക്കെ കാണും. അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ അത്ര ഒരു ആകാംക്ഷ നമുക്ക് കിട്ടാറില്ല. അപ്പം നമ്മളിന്ന് ഉച്ചക്ക് വെച്ചത് നെയ്ച്ചോറും ഇറച്ചിക്കറിയും അച്ചാറുമാണ്. ഇതെല്ലാം കഴിക്കുകയും ചെയ്യും. എന്നാൽ കഴിച്ചു കഴിഞ്ഞ ശേഷം ഭയങ്കര കുറ്റബോധമായിരിക്കും കേട്ടോ. ആ കുറ്റബോധം മാറ്റാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഞാൻ കോൺഫ്ലെക്സ് ആണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മാതളം കൂടെ ഇട്ടിട്ട് രാത്രിയിലത്തെ ഡിന്നറും കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇന്ന് ഈദ് സ്പെഷ്യൽ എന്തായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്